നമസ്കാരം. ശ്രീകൃഷ്ണ കഥാമൃതം ഭാഗം 619. ഓം ഗം ഗണപതയേ നമ. ഓം സം സരസ്വത്യേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമ. ഓം ശ്രീ രംഗനാഥശർമ്മണേ നമ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമ. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. സർഗം 114. അത് യശോദമ്മയുടെയും മറ്റു ഗോപസ്ത്രീകളെയും സമാധാനിപ്പിക്കൽ. അതിൽ 17ാമത്തെ ശ്ലോകമാണ് പറഞ്ഞു നിർത്തിയത് കഴിഞ്ഞ എപ്പിസോഡിൽ. കരഞ്ഞീടായക ഒരാൾ പോലും കമനീയ ഗുണാലയൻ സന്തോഷിച്ച് ഓമനക്കൈ കൊണ്ടെടുത്തേകിയതാണിവ. യശോദാദേവിയുടെ അടുത്ത് പറയണു, ഇതൊക്കെ നമ്മുടെ മക്കൾ അവരുടെ കൈ കൊണ്ട് നണക്കും ഗോപസ്ത്രീകൾക്കും തന്നിട്ടുള്ളതാണ്. അത് സന്തോഷത്തോടു കൂടി ആനന്ദത്തോടു കൂടി സ്വീകരിക്കുക, ഒരിക്കലും കരയരുത് എന്ന് നന്ദഗോപരെ സമാധാനിപ്പിച്ചു. ഇനി നമുക്ക് 18ാമത്തെ ശ്ലോകം നോക്കണം. എടുത്തു വയ്ക്കുവിൻ കുഞ്ഞിൻ പ്രേമത്തിൻ ചിഹ്നമല്ലയോ. ഇതൊക്കെ എടുത്തു വയ്ക്കൂ, അദ്ദേഹം പറയണം. ഇതൊക്കെ നമ്മുടെ കുട്ടിയുടെ ഓർമ്മയ്ക്ക് വേണ്ടി തന്നിട്ടുള്ളതല്ലേ. എടുത്തു വയ്ക്കുവിൻ കുഞ്ഞിൻ പ്രേമത്തിൽ ചിഹ്നമല്ലയോ. ഉര ചെയ്വതിനുണ്ടോർക്കിൽ മറ്റൊരത്ഭുത സംഭവം. ഇതിൻ്റെ പിന്നിൽ വേറൊരു കഥയുണ്ടെന്നാണ് പറഞ്ഞത്. വലിയൊരു സംഭവം ഉണ്ടെന്ന് പറഞ്ഞു. ഉള്ളം ക്ഷോഭിച്ചിടായേതും സമാധാനിച്ചു കേൾക്കണം. ഏതായാലും 7-8 ദിനങ്ങൾക്കുള്ളിൽ ഇങ്ങവൻ തീർച്ചയായും അണഞ്ഞിടും. ഒരു 7-8 ദിവസം വരുന്ന പറഞ്ഞത്, 7-8 ദിവസത്തിൽ വരുന്ന പറയണത്. ആലോചിച്ച് നോക്കണം ആ യശോദമ്മയുടെ മനസ്സിനെ തണുപ്പിക്കാനുള്ള വാക്കുകൾ. ഉള്ളം ക്ഷോഭിച്ചിടാകേതും സമാധാനിച്ചു കേൾക്കണം. ഏതായാലും 7-8 ദിനങ്ങൾക്കുള്ളിൽ ഇങ്ങവൻ തീർച്ചയായും അണഞ്ഞിടും. അതിനെല്ലൊരു സംശയം. നമ്മൾ തന്നുണ്ണിയാം കൃഷ്ണൻ നവനീരത കോമളൻ. നമ്മുടെ കുട്ടിനെയാണ് അവൻ അവിടെ ഇപ്പോൾ തൽക്കാലം താമസിക്കണമെന്നേ ഉള്ളൂ. നമ്മൾ തന്നുണ്ണിയാം കൃഷ്ണൻ നവനീരത കോമളൻ. വാർക്കൂന്തലിൽ മയിപ്പീലി ചൂടും വിഷയികമോഹനൻ. മഞ്ഞപ്പൂമ്പട്ടൊടുത്തേറെ മിന്നും എൻ്റെ മനോഹരൻ. ആ വാക്കുകളുടെ ഡെപ്ത് നമ്മൾക്ക് മനസ്സിലാക്കുമ്പോൾ നമ്മൾ ആനന്ദ കണ്ണീര് വിടാതെയിരിക്കില്ല. വസുദേവൻ്റെ മകനാം പോലും ചൊല്ലുന്നു സർവരും. കംസൻ്റെ കയ്യിൽ നിന്ന് അന്നു കുതറിപ്പോയ പെൺകൊടി. നമ്മൾ തന്മകളാം പോലും അന്നൊരാവീശ്വരാജ്ഞയാൽ. ആ 12 കൊല്ലം മുമ്പത്തെ കഥ അവരെ സ്മരിക്കുകയാണ്. കംസൻ്റെ കയ്യിൽ നിന്ന് അന്നു കുതറിപ്പോയ പെൺകൊടി. നമ്മൾ തൻ മകളാം പോലും അന്ന് ഈശ്വരാജ്ഞയാൽ അദ്ദേഹം ഉണ്ണിയെ തന്നിൽ തിവളെ കൊണ്ടുപോയതാം. കഥ മുഴുവൻ പറഞ്ഞു. ഒന്നോർത്തിയിടിൽ മഹാത്മാവാം വസുദേവൻ ഒരിക്കലും അസത്യം മുര ചെയ്യില്ല, സംശയിക്കില്ല ഞാനതിൽ. വസുദേവരെന്തു പറയണു അത് അൾട്ടിമേറ്റ് ട്രൂത്താണെന്ന് നന്ദഗോപർക്ക് അറിയാം. അതുകൊണ്ട് ഏത് സാഹചര്യത്തെയും നമ്മൾ മനോധൈര്യത്തോടു കൂടി നേരിടണം. ഇത് നമ്മൾക്കുള്ളൊരു ഉപദേശം കൂടിയാണ്. മനസ്സിലായില്ലേ? ഒന്നോർത്തിയിടിൽ മഹാത്മാവാം വസുദേവൻ ഒരിക്കലും അസത്യം മുര ചെയ്യില്ല, സംശയിക്കില്ല ഞാനതിൽ. ആശ്ചര്യം അമ്പാടിയിൽ അന്ന് അതേ സമയം ഏവരും ഉറക്കമാർന്നതും നേരാണ്, അതെല്ലാം തെളിവല്ലയോ. ഇത് വസുദേവരുടെ കുട്ടി തന്നെയാണ്. നമ്മുടെ കുട്ടി പെൺകുട്ടിയായിരുന്നു, അവൾ മഹാമായായിരുന്നു. അത് കംസൻ വട്ടക്കല്ലിൽ അടിച്ചു കൊല്ലുമ്പോൾ കയ്യിൽ നിന്ന് തെന്നി മാറി ആകാശത്ത് പോയി അഷ്ടഭുജങ്ങളോടുകൂടി പറഞ്ഞു,
നിൻ്റെ ഘാതകൻ ജനിച്ചിട്ടുണ്ട്, നളനെ കൊണ്ട് ചെയ്യാൻ സാധിക്കണത് നോക്കിക്കോ എന്നുള്ളത് അല്ലേ. അപ്പം അതൊക്കെ കഴിഞ്ഞു, കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ആശ്ചര്യം അമ്പാടിയിൽ അതേ ദിവസം ഏവരും ഉറക്കമാർന്നതും നേരാണ്, അതെല്ലാം തെളിവല്ലയോ. കടന്നോതിയിടിനാരൊപ്പം ഗോപിമാരും യശോദയും, കടന്നോതിയിടിനാരൊപ്പം. അപ്പോൾ യശോദയും അവിടെ കൂടിയിട്ടുള്ള ഗോപസ്ത്രീകളും കൂടി പറയണു, രാജാവില്ലാതെയായി പോയ മഹാരാജം ഭരിക്കുവാൻ മതിയായുള്ളൊരാൾ വേണം അവർക്ക് ഇന്നതിനാംവിധം. കംസനെ വധിച്ചു, ഇനി അവിടെ രാജാവില്ല. ഇപ്പോൾ ഉഗ്രസേന മഹാരാജാവിനെ രാജാവായി അഭിഷേകം ചെയ്തിട്ടുണ്ട്. നമ്മുടെ മകൻ വേണം അവിടുത്തെ കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കാൻ എന്നാണ് പറഞ്ഞുകൊണ്ടുവരുന്നത്. മതിയായുള്ളൊരാൾ വേണം അവർക്കന്നതിനാം വിധം ഉപായം പലതും കെട്ടിച്ചമഞ്ഞോതുക മാത്രമാം, അല്ലെങ്കിൽ ഇന്നോളവും ആ യദുക്കളിറാളെയും കണ്ടില്ല കൊല്ലുവാൻ കൊണ്ടേ കൊടുക്കുന്നതിനെന്നിയേ. സർവേശ്വരൻ്റെ കാരുണ്യം കൊണ്ടും കംസൻ മരിക്കവേ ഓരോരുത്തനും എപ്പോൾ വന്ന് അവകാശങ്ങൾ ചൊല്ലുകയാം അല്ലേ. അതെല്ലാ സ്ഥലത്തും അങ്ങനെയൊക്കെ തന്നെയാണ്. അതെല്ലാം കേട്ടു മിണ്ടാതിങ്ങണഞ്ഞാൻ അല്ലയോ ഭവാൻ. ഇതാരാ പറഞ്ഞത്? യശോദയും ഗോപസ്ത്രീകളും കൂടി നന്ദഗോപരുടെ മേക്കെട്ട് കയറുക ചെയ്യണത്. അതെല്ലാം കേട്ടു മിണ്ടാതിങ്ങണഞ്ഞാനല്ലയോ ഭവാൻ. അവർ പറഞ്ഞതൊക്കെ കേട്ടിട്ട് നിങ്ങൾ എൻ്റെ മകനെ അവിടെ ആക്കിയിട്ട് പൂര ചെയ്തത് അത് ശരിയായില്ല എന്നാണ് പറഞ്ഞത്. അമ്മട്ടിലാവുകിൽ തന്നെ വസുദേവൻ ഗുണാലയൻ. അവിടെ വസുദേവനുണ്ടല്ലോ രാജ്യം നോക്കാൻ. എൻ്റെ കുട്ടീനെ നിങ്ങൾ പോയി കൊണ്ടുവരണം, അല്ലെങ്കിൽ ഞാൻ പോവും. ആലോചിച്ച് നോക്കണം ആ യശോദമ്മയുടെ ഒരു മാനസികാവസ്ഥ. പോയ പെൺകിടാവിനു പകരം മുകിൽ വണ്ണനെ നൽകേണ്ടതല്ലയോ. അങ്ങനെയാണെങ്കിൽ എൻ്റെ ഒരു പെൺകുട്ടി ആകാശത്ത് വിസ്മയപ്രകടനം കഴിച്ച് തിരോധാനം ചെയ്തു, അതിന് പകരം എനിക്ക് എൻ്റെ ഞാൻ നോക്കി വളർത്തിയുള്ള എൻ്റെ കുട്ടിയെ എനിക്ക് തരേണ്ടതാണ് ചോദിച്ചത്. അപ്പോൾ പോയ പെൺകിടാവിനു പകരം മുകിൽ വർണ്ണനെ നൽകേണ്ടതല്ലയോ. ന്യായം ചൊല്ലുവാൻ നമ്മൾക്കുമില്ലയോ. നമ്മൾ ന്യായമല്ലാണ്ടൊന്നും പറഞ്ഞില്ലല്ലോ. അപ്പോൾ ചൊല്ലിനാൻ ഗോകുലാധീശൻ. അപ്പോൾ നന്ദഗോപുര അതിനുത്തരം പറയാണ്. വീണ്ടും ശൗശീല്യവാരിധി എന്ന് പറഞ്ഞാൽ എന്താ? സുശീലൻ എന്നർത്ഥം. നല്ല കാര്യങ്ങളെ പറയുള്ളൂ. നന്ദഗോപുരം ഒരിക്കലും തെറ്റ് ചെയ്യില്ല. കാരണം നന്ദഗോപരും വസുദേവരും ഒരു നുഖത്തിൽ വയ്ക്കാവുന്ന രണ്ട് മഹാന്മാരാണ്. പറഞ്ഞു മനസ്സിലായില്ലേ? അപ്പോൾ പറഞ്ഞു ചൊല്ലിനാൻ ഗോകുലാധീശൻ വീണ്ടും ശൗശീല്യവാരിധി. അത്രയല്ല എന്നോട് എന്നുണ്ണി വരുമ്പോളോതി ഇങ്ങനെ. എന്നെ യാത്രയാക്കുമ്പോൾ എൻ്റെ മകൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ദുഃഖിക്കായിക ആരും ഈ ഞങ്ങൾ ഒട്ടുനാൾ വൈകിയെങ്കിലും ശരീരം മാത്രം ഇവിടം ഗോകുലത്തിലാം. അതല്ലേ ശരി? നമ്മൾക്ക് ഇപ്പോൾ ഞാനും നിങ്ങളും സമൂഹത്തിലെ പല തരത്തിലുള്ള ആൾക്കാരാണ്. നമ്മൾക്കൊക്കെ നമ്മുടെ ഉള്ളിൽ ഭഗവാൻ ചൈതന്യവത്തായിട്ട് ഇരിക്കണില്ലേ? എന്താ നമ്മളത് മറക്കണത്? ഭാഗവതം പഠിച്ചില്ലേ, അത് വേറെ കാര്യം. നമ്മളെല്ലാം സനാതന്മാരാണ്, ആരും അനാഥകളല്ല. സർവജ്ഞനും സർവേശ്വരനുമായിരിക്കുന്ന ഭഗവാൻ സർവജീവ ഗുഹാശയ കൂടസ്ഥനായി ബാലാഗ്രശതഭാഗസ്യ വിസ്തരസ്യ ഏകോ ജീവ എന്ന പ്രമാണപ്രകാരം ഈ ഭൂമണ്ഡലത്തിലുള്ള എല്ലാ ജീവജാലങ്ങളിലും ഇരിക്കണം. പക്ഷേ നമ്മുടെ ശരീരം ഇന്നല്ലെങ്കിൽ നാളെ കേടുവരും എന്നുള്ളത് അറിയാതെ കണ്ട് ഈ ശരീരത്തിനെ നിലനിർത്താൻ വേണ്ടി സഹജീവികളെ കൊന്നു തിന്നാന്നുള്ളത് സനാതനധർമ്മത്തിന് എഗെയിൻസ്റ്റാണ്. അതിലിപ്പോൾ ശ്രീരാമൻ പലരും ചിക്കി നോൺ വെജിറ്റേറിയൻ കഴിച്ചില്ല എന്നുള്ളതൊന്നും ഒരു ബേസല്ല നമ്മൾ നോൺ വെജിറ്റേറിയൻ കഴിക്കാൻ. കാരണം എന്താ?
അവിടെ മഹത്തായിട്ടുള്ള ഒരു ഈശ്വരീയ വചനമുണ്ട് വേദത്തിൽ. ഈശ്വരന്മാരെ അനുമോദിക്കൂ, ഈശ്വരന്മാരെ അനുകരിക്കരുത് എന്ന്. പ്രമശയോ? കാരണം നമ്മൾക്ക് തന്നിട്ടുള്ള ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള ആപ്തവാക്യം എന്താ? അഹിംസ പരമോധർമ്മ, ഹിംസിക്കരുത്. അതറിയാതെ കണ്ട് ഭാഗവതോ രാമായണമോ വായിച്ചിട്ട് യാതൊരു കാര്യമില്ല. അപ്പോൾ ഇവിടെ ശരീരം മാത്രം ഇവിടം മനസ്സോ ഗോകുലത്തിലാം എന്ന് കൃഷ്ണൻ എൻ്റെ കൈ പിടിച്ച് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് പല സംശയവും നമ്മെ പറ്റിയുണ്ട് ഇവിടങ്ങളിൽ, ആകയാലിങ്ങു പോരായക എന്നച്ഛനും അച്ഛനും മാനശാലിയാം. പല സംശയവും നമ്മെ പറ്റിയുണ്ട് ഇവിടങ്ങളിൽ. എവിടെ? മധുരയിൽ. ആകയാൽ ഇങ്ങു പോരായക എന്നച്ഛനും മനശാലി. നിങ്ങൾ ദയവ് ചെയ്ത് ഇങ്ങോട്ട് വരണ്ട, നിങ്ങൾ ഗോകുലത്തിൽ എന്നെ ആലോചിച്ചിരുന്നോളൂ. അതെല്ലാം തീർന്നു വേണ്ടും പോലുഗ്രസേന മഹീപതി, നേരിട്ടു താൻ തിരുവഴുത്തയക്കുന്നതു നാൾ വരെ. ഏതുവരെ നിങ്ങൾ അവിടെ നിൽക്കണം? അതെല്ലാം തീർന്ന്, അതായത് ഇവിടുത്തെ തിക്കും തിരക്കൊക്കെ കഴിഞ്ഞ് ഭരണമൊക്കെ വേണ്ട പോലെ നോർമലൈസ് ആയതിൻ്റെ ശേഷം ഉഗ്രസേന മഹീപതി, നേരിട്ടു താൻ തിരുവഴുത്തയക്കുന്നതു നാൾ വരെ. നിങ്ങൾ ഇങ്ങോട്ട് പോരിൻ എന്ന് പറയുന്നത് വരെ നമ്മളിപ്പോൾ ഗോകുലത്തിൽ താമസിക്കണം. കാർവർണ്ണനുണ്ണിയരുളി ചെയ്തതോർത്ത് സമസ്തരും നന്ദവ്രജത്തിൽ കൃഷ്ണൈക ചിത്തരായി തന്നെ വാഴുകയാം. ആ ഒരു സമാധാനത്തിൻ്റെ മുകളിൽ A to Z ആൾക്കാർ ഗോകുലത്തിൽ ആ ശ്രീകൃഷ്ണനുണ്ണിയെ മനസ്സിൽ പ്രതിഷ്ഠിച്ചുകൊണ്ട് ആ ശ്രീകൃഷ്ണൻ്റെ പാദാദികേശം കേശാദിപാദം വിസ്മയാജനകമായിട്ടുള്ള അംഗപ്രത്യംഗങ്ങളിൽ ആളിച്ചുകൊണ്ട് അദ്ദേഹം ഗോകുലത്തിലും അമ്പാടിയിലും ചെയ്തിട്ടുള്ള മഹത്കാര്യങ്ങളെ വാഴ്ത്തി സ്തുതിച്ചുകൊണ്ട് അവർ സനാഥന്മാരായിട്ട് അവിടെ കഴിഞ്ഞു. ഇതി ശ്രീകൃഷ്ണകഥാമൃതേ കലികൽമഷനാശനേ ലീലാകാണ്ഡേ ചതുർദശാധികശതതമസർഗഃ സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഇനി 115ാമത്തെ സർഗം തുടങ്ങാം. അതെന്താ ഹെഡിങ്? ഉപനയനവും വിദ്യാഭ്യാസവും. ഇനി കഥ വേഗം പോവും. ഇനി ഭഗവാനെ ഉപനയന കർമ്മം ചെയ്യിപ്പിച്ച് എന്ത് ചെയ്യണം? വിദ്യാഭ്യാസം ഒഫീഷ്യലായിട്ട് ചെയ്യണം, ഒഫീഷ്യേറ്റിങ് ചെയ്യാൻ വേണ്ടിയിട്ട്. 1ാമത്തെ ശ്ലോകം. മികവാർ നേരെ മിന്നിടും മധുരാമണ്ഡലത്തിലോ വസുദേവനുടൻ ഗർഗമുനിയെ കൊണ്ടു പുത്രരെ അമ്പാർന്ന് ഉപനയിപ്പിച്ചു സുമുഹൂർത്തത്തിൽ നിർഭയം. ഇനി ആരും പേടിക്കാനില്ല. കംസനെ വധിച്ചു കഴിഞ്ഞു നിർഭയം. ഗർഗമുനിയെ വിളിച്ചു എൻ്റെ മക്കളാണ് എന്ന് മറ്റുള്ളവരെ അറിയിക്കും വേണം. ഉപനയനാദി കർമ്മങ്ങൾ കഴിഞ്ഞിട്ട് ഗുരുശിഷ്യ ബന്ധത്തിൽ ഗുരുനാഥൻ്റെ അടുത്തേക്ക് അയക്കണം. എൻ്റെ കുട്ടിക്ക് വേദങ്ങളും ഉപനിഷത്തുകളും പുരാണങ്ങളൊക്കെ പഠിപ്പിക്കണം. ആരൊക്കെ? കൃഷ്ണന്. ആലോചിച്ച് നോക്കണം. മികവാർ നേരെ മിന്നീടും മധുരാമണ്ഡലത്തിലോ വസുദേവനുടൻ ഗർഗമുനിയെ കൊണ്ടു പുത്രരെ അമ്പാർന്ന് ഉപനയിപ്പിച്ചു സുമുഹൂർത്തത്തിൽ നിർഭയം. സൂതീഗൃഹത്തിൽ വെച്ചെന്നു മനസ്സാൽ ചെയ്ത മാതിരി. സൂതീഗൃഹത്തിൽ, അതായത് സൂതീഗൃഹത്തിൽ, കാരാഗൃഹത്തിൽ എങ്ങനെയൊക്കെയാണ് ഭഗവാൻ ആവശ്യപ്പെട്ടത് അതേപോലെ അമ്പാർന്ന് ഉപനയിപ്പിച്ചു സുമുഹൂർത്തത്തിൽ നിർഭയം സൂതീഗൃഹത്തിൽ വെച്ചെന്നു മനസ്സാൽ ചെയ്ത മാതിരി. കംസൻ മഹാഭുജൻ കയ്യേറിയ പൈക്കൂട്ടമൊക്കെയും ശമം ദമം ബ്രഹ്മചര്യം മുതലായ ഗുണങ്ങളാൽ വിളങ്ങും അന്തണർക്കേകി. മഹാവിഷ്ണു ചതുർഭുജനായിട്ട് വസുദേവർക്കും ദേവകീ ദേവിക്കും ദർശനം കൊടുത്തിട്ട് പറഞ്ഞു, ഞാൻ നിങ്ങളുടെ മകനായിട്ട് ജനിക്കും. നിങ്ങൾ ഉടനെ എന്ത് ചെയ്യണം? എന്നെ ബാലാവസ്ഥയിൽ അന്ന് തന്നെ എന്നെ
നന്ദഗോപരുടെ ഭാര്യ യശോദമ്മയുടെ അടുത്ത് കൊണ്ടുപോയി കിടക്കണം. അപ്പോൾ അവിടെ ഒരു പെൺകുട്ടി ഉണ്ടാവും. ആ കുട്ടീനെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നൊക്കെ പറഞ്ഞു. അവ ഭഗവാൻ തനിക്ക് മകനായി പറഞ്ഞപ്പോൾ ഒരു 10,000 പശുക്കളെ ബ്രാഹ്മണർക്ക് ദാനം ചെയ്യാം എന്നാര് മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടായിരുന്നു? വസുദേവര്. പക്ഷേ 12 കൊല്ലും എവിടെയായിരുന്നു? ജയിലിലായിരുന്നു. ഇപ്പോൾ അത് ചെയ്യേണ്ട സമയമായി. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു? അന്ന് പാർത്ഥേച്ചൻ്റെ 10 ഇരട്ടി. കാരണം ഒരു കർമ്മം കഴിഞ്ഞാൽ അപ്പം നമ്മൾ എന്താ പ്രാർത്ഥിച്ചാൽ അപ്പം കൊടുക്കണം, പിറ്റേ ദിവസത്തേക്ക് വയ്ക്കരുത്. വഴുകും തോറും ഇരട്ടി കൊടുക്കണം എന്നാ. അപ്പോൾ ചില സ്ഥലത്ത്, ബോംബെ പോലെയുള്ള സ്ഥലത്തൊക്കെ ഇപ്പോൾ രാത്രിയാണ് കൊടിയിറക്കം ഉണ്ടായത് വിചാരിക്കുക ഉത്സവത്തിന്. ചിലവർ പറയും നാളെ നേരം വിളിച്ചാകുമ്പോൾ കമ്മിറ്റി അംഗങ്ങളൊക്കെ വന്നിട്ട് നമുക്ക് തന്ത്രി മുഖ്യന് ദക്ഷിണ കൊടുക്കണമെന്ന്. അത് തെറ്റാണ്. കാരണം കർമ്മം കഴിഞ്ഞാൽ ഉടനെ കൊടുക്കണം എന്നാ. അതിന് ആളുണ്ടോ ഇല്ലയോ നമ്മൾ നോക്കരുത്. അപ്പോൾ അതാണ് അപ്പോൾ കംസൻ മഹാഭുജൻ കയ്യേറിയ പൈക്കൂട്ടമൊക്കെയും ശമം ദമം ബ്രഹ്മചര്യം മുതലായ ഗുണങ്ങളാൽ വിളങ്ങും അന്തണർക്കേകി വിധി പോൽ അതിഭാഗ്യവാൻ ഗർഗമാമുനി ഗായത്രി വലം ചെവിയിലോതവേ. അതായത് ഉപനയനം കഴിഞ്ഞ വലത്തെ ചെവിയിൽ ഗായത്രി ഉപദേശം ചെയ്തു. ആരെ? ഗർഗമുനി. ബ്രഹ്മചാരികളായി തീർന്നു പരബ്രഹ്മസ്വരൂപികൾ. ബലരാമനും ശ്രീകൃഷ്ണൻ ആരാ? ബ്രഹ്മസ്വരൂപികളാവും എപ്പോഴാ? ദ്വിജനാവുമ്പോഴാ. പൂണോലിടണം, ഉപനയനം കഴിക്കണം, ഗായത്രി ഉപദേശം കിട്ടണം. അതാണ് അതിൻ്റെ മുറ. എന്നാൽ ഈ മുറ തെറ്റിച്ചിട്ട് അങ്ങനെയുണ്ട്. ഇപ്പോൾ നാരായണ ഗുരു ബ്രഹ്മജ്ഞാണ്, ചട്ടമ്പി സ്വാമികൾ, രമണ മഹർഷി, ഞാൻ പറഞ്ഞ പ്രശ്നമുണ്ടോ? അപ്പോൾ അവിടെ അവരൊക്കെ അങ്ങേ അറ്റം ഫിലോസഫിക്കലി മുന്നേറിയിട്ടുള്ള ആൾക്കാരാണ്. അവർക്ക് ആചാരം വേണമെന്നില്ല. ആചാരം ഉണ്ടായാൽ നന്ന്, അത്രയേ ഉള്ളൂ. അപ്പോൾ എന്താ ഇവിടെ? ബ്രഹ്മചാരികളായി തീർന്നു പരബ്രഹ്മസ്വരൂപികൾ അഖണ്ഡമാം സ്വതസിദ്ധജ്ഞാനം മാനുഷചേഷ്ടയാൽ. അവർക്ക് സ്വതസിദ്ധമായിട്ട് തന്നെ എന്തുണ്ട്? ബ്രഹ്മജ്ഞാനുണ്ട്. അതാണ് അഖണ്ഡമാം സ്വതസിദ്ധജ്ഞാനം മാനുഷചേഷ്ടയാൽ മൂടിയിടും സുകുമാരന്മാർ ആഗമപ്പാൽ കഴമ്പുകൾ. ആഗമം എന്ന് പറഞ്ഞാൽ വേദങ്ങളെന്നർത്ഥം. ആദർശ വിദ്യാർത്ഥികളായി തീരുവാൻ ഗുണശാലികൾ. ഉപനയനമൊക്കെ ചെയ്തതിന് ആദർശ വിദ്യാർത്ഥികളായി തീരുവാൻ, മറ്റുള്ളവർക്കും ബോധിക്കണമല്ലോ, അതിനു വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു. അവന്തി നാട്ടിൽ പേർ കൊണ്ട സാന്ദീപനീ നികേതനം. അവന്തി നാട്ടിൽ പേര് കേട്ട സാന്ദീപിനി ആശ്രമത്തിലാണ് ഇവരെ കൊണ്ടാക്കിയത്. അണഞ്ഞെടുത്ത നദിയിൽ കുളിച്ച് അത്യന്ത ശുദ്ധരായി സമിൽ പാണികളായി ചെന്നു സാഷ്ടാംഗം ഗുരുനാഥനെ നമസ്കരിച്ച് എണീറ്റ് അച്ഛൻ അരുളി ചെയ്ത മാതിരി. അച്ഛൻ പറഞ്ഞു, അതായത് വസുദേവർ പറഞ്ഞു മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ കയ്യിൽ ഈ ഗുരുനാഥൻ്റെ ആശ്രമത്തിൻ്റെ തൊട്ടടുത്തുള്ള നദിയിൽ കുളിച്ച് കയ്യിൽ ചമ്മതകളുമായിട്ട് പോയി അദ്ദേഹത്തിനെ വണങ്ങി നമസ്കരിച്ചു. പേർ ചൊല്ലി അഭിവാദ്യം ചെയ്തോട്ടെടുത്തു വിനീതരായി. ഞാൻ ഇന്ന ആളാണ്, ഇന്ന ആളുടെ മകനാണ് എന്ന് പറഞ്ഞാൽ അഭിവാദ്യം ചെയ്യാന്ന് പറഞ്ഞാൽ സ്വന്തം ചെവി പിടിച്ച് ഇങ്ങനെ ചെവി പിടിക്കും. ഈ ചെവി പിടിച്ചിട്ടാണ് അഭിവാദ്യം ചെയ്യുക. പേര് പറയണം, നക്ഷത്രം പറയണം, ഇന്ന ആളുടെ മകനാണ്, ഇന്ന ഗോത്രക്കാരനാണ്, എന്നെ ശിഷ്യനായിട്ട് സ്വീകരിക്കണം എന്ന് പറഞ്ഞാൽ നമസ്കരിക്കുക. ഈ അഭിവാദ്യം ചെയ്യൽ അങ്ങനെ. പണ്ട് എൻ്റെ അച്ഛൻ അയ്യരാവ് കാരണം എനിക്ക് കുറേ കാര്യങ്ങൾ അറിയാം. എൻ്റെ ചെറിയച്ഛൻ്റെ മക്കൾ, അവർക്ക് അച്ഛനില്ല. അപ്പോൾ അവർ പെട്ടെന്ന് പറയുമ്പോൾ അദ്ദേഹം എന്താ പറയുക, സംസ്കൃതം ശിരോമണിയൊക്കെ പെരുമുടിയൂർ പുന്നശ്ശേരി നമ്പിയുടെ ഗുരുകുല വിദ്യാഭ്യാസത്തിൽ സംസ്കൃതം ഒക്കെ പാസ്സായിട്ടുള്ള ആളായിരുന്നു. പക്ഷേ അപ്പോൾ അവരൊക്കെ ബോംബെയിലാണെങ്കിലും പട്ടാമ്പിയിൽ എൻ്റെ അച്ഛനാണ് അവരൊക്കെ പ്രാഥമിക വിദ്യാഭ്യാസമൊക്കെ കൊടുത്ത് ശരിയാക്കിയിട്ടുള്ളത്. അതിൽ രണ്ടാമത്തെ ആൾ ജയരാമൻ എന്ന് പറയും, PV ജയരാമൻ. സീതാറാമൻ അയാളുടെ അനിയനാണ്. ശിവരാമനെ ജയരാമേട്ടൻ എന്ന് ഞങ്ങൾ വിളിക്കും.
അദ്ദേഹം എനിക്ക് വളരെ അദ്ദേഹത്തിൻ്റെ പെറ്റാണ് ഞാൻ. എന്നെ റെയിൽവേ ക്വാർട്ടേഴ്സ് റെയിലൊക്കെ പിന്നെ മുറിച്ച് കടന്ന് ഒരു മുസ്ലിം വീട്ടിൽ കൊണ്ടുപോയിട്ട് പിന്നെ പാലൊക്കെ കുടിപ്പിച്ചിരുന്നു. അപ്പം എന്താ പറഞ്ഞുകൊണ്ട് വരുന്നത്, എൻ്റെ അച്ഛനെ വന്നാൽ നമസ്കരിക്കും, പോകുമ്പോൾ നമസ്കരിക്കും, ഒരു ദിവസം 2 ദിവസം താമസിച്ച് പോകുമ്പോഴും നമസ്കരിക്കും. അപ്പോൾ അഭിവാദ്യം ചെയ്യും. അപ്പോൾ അച്ഛനും സംസ്കൃതത്തിൽ 2 ശ്ലോകമൊക്കെ ചൊല്ലി ചിരഞ്ജീവികളായിട്ടിരിക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് അനുഗ്രഹിക്കും. അപ്പോൾ ഒരു ദിവസം കുരുത്തക്കേടല്ല, എൻ്റെ ഒരു അംബീഷൻ അല്ലെങ്കിൽ എൻ്റെ ആങ്സൈറ്റി, ഞങ്ങൾ അച്ഛനെ നമസ്കരിക്കുന്നത് എപ്പോൾ മാത്രമേ ഉള്ളൂ, വിഷു 1-ാം തീയതി 4 അണ വിഷുക്കേനായിട്ടും തരും. അപ്പോൾ ഞങ്ങൾ നമസ്കരിക്കും. അപ്പോൾ അച്ഛൻ ഈ മന്ത്രമൊന്നും ചെല്ലില്ല. അപ്പോൾ ഞാനൊരു ദിവസം ചോദിച്ചു, ഇതെന്താ ഇങ്ങനെ? അപ്പോൾ പറഞ്ഞു, നോക്കൂ, നിങ്ങൾ എൻ്റെ മക്കളാണ്, നിങ്ങൾക്ക് എൻ്റെ തലയിലിരുന്ന് നിരങ്ങാം, ആരൊന്നും ചോദിക്കില്ല. അവർക്ക് അങ്ങനെയല്ല, അച്ഛനില്ല. ആ ഒരു ഖേദം അവരറിയാൻ പാടില്ല. ഞാൻ എൻ്റെ മന്ത്രത്തിൻ്റെ പ്രൊട്ടക്ഷനിൽ ഈശ്വരാനുഗ്രഹം കൊണ്ട് അവർ കഴിയണമെന്ന് അവർക്കൊരു ബോധം ഉണ്ടാവും. അതുകൊണ്ട് ഞാൻ അച്ഛന് കുറേ ചിരിച്ചു, ഞാനും കുറേ ചിരിച്ചു. ഇവിടെ വിഷയമില്ലേ? അപ്പോൾ ഇതൊക്കെ ജീവിതത്തിൽ എന്നാൽ ഒരു കാര്യം ഞാൻ പറയാം, എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ധൈര്യമായിട്ട് പറയാം, എനിക്ക് 22 വയസ്സിലുള്ളപ്പോഴാണ് എൻ്റെ അച്ഛൻ മരിക്കുന്നത്. 74 ഒക്ടോബർ 9-ാം തീയതി. എൻ്റെ അച്ഛൻ്റെ അനുഗ്രഹം എനിക്ക് പരിപൂർണമായിട്ടുണ്ട്. എന്താ കാരണം? ഞാൻ അദ്ദേഹത്തിനെ അത്രയ്ക്കും മാനിച്ച് ജീവിച്ച ഒരാളാണ്. അദ്ദേഹം മരിച്ചിട്ട് ഞാൻ കരഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഞാൻ എന്തിനാ ഇതൊക്കെ പറയണമെന്ന് ചോദിച്ചാൽ, എൻ്റെ മനസ്സിലുള്ള ഭാരം ഒന്ന് ഇറക്കി വയ്ക്കുക, അത്രയേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഭാരം ഉണ്ടാവാണ്ടിരിക്കില്ല, മനസ്സിലായില്ലേ? അപ്പം ഇതൊക്കെ നമസ്കരിച്ചെണീറ്റ് അച്ഛൻ അരുള ചെയ്ത മാതിരി എന്നൊക്കെ വായിച്ചപ്പോൾ ഞാനൊക്കെ ഏതോ ലോകത്ത്, ഭാഗവതമില്ലെങ്കിൽ ഞാൻ ഇല്ല എന്നുള്ള അർത്ഥത്തിലാണ് എൻ്റെ സ്ഥിതി. ഭാഗവത ഭക്തദാസൻ എൻ്റെ ഗുരുനാഥൻ്റെ ഇൻ്റലിജൻസിനെ എത്ര പ്രകീർത്തിച്ചാലും ഇത്രയൊന്നും കാര്യങ്ങൾ പാവം അദ്ദേഹത്തിന് അറിയില്ല. അതല്ലല്ലോ സബ്ജക്റ്റ് നമുക്ക്. പക്ഷെ അദ്ദേഹം ചെയ്ത ഉപദേശം, അതാണ് ഞാൻ പറയാൻ കാരണം. അപ്പോൾ പേർ ചൊല്ലി അഭിവാദ്യം ചെയ്ത് തൊട്ടടുത്ത് വിനീതരായി നിൽക്കും ആ ബാലകന്മാരെ കണ്ടു തന്നെ മഹാമതി സന്ദീപിനി മഹർഷി സന്തോഷം അലതല്ലിക്കൊണ്ട് ഓർത്താൻ ഉൾപ്പൂവിൽ ഇങ്ങനെ തൻ്റെ മനസ്സിൽ ഇങ്ങനെ വിചാരം ചെയ്തു. എന്താ? രൂപലക്ഷണ സമ്പന്നം അത്യന്ത ഗുണശാലികൾ. ഇവരെ കണ്ടാൽ തന്നെ രൂപം ലക്ഷണ സമ്പന്നം എന്നാ, രൂപലക്ഷണ സമ്പന്നർ അത്യന്ത ഗുണശാലികൾ. ഇത്ര എന്ന് പറയാൻ വയ്യ, വെയിറ്റ് ബിയോണ്ട് ദി ലിമിറ്റ് അല്ലേ? രൂപലക്ഷണ സമ്പന്നർ അത്യന്ത ഗുണശാലികൾ, മനസ്സുകൾ മഹാത്മാക്കൾ, മധുമഞ്ജുള ഭാഷികൾ. മന്ദസ്മിതത്തോടുകൂടി മധുരമായിട്ടും സംസാരിക്കുന്ന ആൾക്കാരാണോ കുട്ടികൾ? ഈ വണ്ണം ഉത്തമന്മാരാം ശിഷ്യന്മാരെ ലഭിക്കുവാൻ അദ്ദേഹം പറയാണ്, ഇങ്ങനെ ഉത്തമമായിട്ടുള്ള ശിഷ്യന്മാരെ കിട്ടില്ല. അത് എനിക്ക് ഭഗവാൻ ചെയ്തിട്ടുള്ള അനുഗ്രഹം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. മനസ്സുകൾ മഹാത്മാക്കൾ മധുമഞ്ജുള ഭാഷകൾ ഈ വണ്ണം ഉത്തമന്മാരാം ശിഷ്യന്മാരെ ലഭിക്കുവാൻ മഹാഭാഗ്യം എന്നീടിൽ. വളരെയധികം ഭാഗ്യം ചെയ്തിട്ടുണ്ട് ഞാൻ, മാത്രമേ സാധ്യം മൊഴിയിൽ. അല്ലെങ്കിൽ ഇങ്ങനെ വരില്ല, ഭൂമിയിൽ ഇങ്ങനത്തെ സന്ദർഭം എല്ലാവർക്കും കിട്ടില്ല. വിദ്യാപരിശ്രമത്തിൻ്റെ സാഫല്യം നേടിയിരുന്നു ഞാൻ. അദ്ദേഹം പറഞ്ഞത്, ഞാൻ സാന്ദീപിനി മഹർഷി ആയിട്ടുള്ളത് ഈ കുട്ടികൾക്ക് വിദ്യ കൊടുക്കാൻ വേണ്ടിയിട്ടായിരിക്കും. എൻ്റെ ശിഷ്യർന്ന് ലോകം പുകഴ്ത്തത്തക്ക വിധത്തിൽ ഭാഗവതത്തിലെ ഒരു ഭാഗത്തിൽ എൻ്റെ പേര് പ്രശസ്തമായ രീതിയിൽ, ശ്രേഷ്ഠമായ രീതിയിൽ എത്തിക്കാൻ ഈശ്വരൻ ചെയ്തിട്ടുള്ളൊരു പണിയാണ് എന്നാ പറഞ്ഞത്. ഉത്സാഹമാർന്ന് അധ്യയനം ചെയ്യിച്ചു മുനി ഭാഗ്യവാൻ. വളരെ ഗൗരവത്തോടു കൂടി ശ്രദ്ധിച്ചുകൊണ്ട് എല്ലാ കാര്യങ്ങളും പഠിപ്പിച്ചു. വിദ്യാർത്ഥി ഗുരുനാഥൻ്റെ കീഴിൽ എമ്മട്ടിൽ മേവണം. എങ്ങനെയാണ് മോസ്റ്റ് ഇൻ്റലിജൻറ്റ് ഡിസിപ്ലിൻഡ് ലോട്ട് ആവേണ്ടത്, അതേപോലെ അവർ പെരുമാറി. അതേവർക്കും ഗ്രഹിപ്പിച്ചു. അത്
അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ളതൊക്കെ ഈ കുട്ടികളെ പഠിപ്പിച്ചു. മിന്നി വിനയശാലികൾ, കുട്ടികളോ വിനയശാലികളായിട്ട് അദ്ദേഹം പഠിപ്പിച്ചതൊക്കെ ശരിക്കും പഠിച്ചു. ഗുരുഭക്തി, സദാചാരം, ഈർഷ്യയില്ലായ്മ, അത് വലിയൊരു ഗുണമാണ്. വിനയം, ക്ഷമ, ആസ്തിക്യം, അഹങ്കാരമില്ലായ്മ, ആശുഗ്രഹണ പാടവം, ഒരു പ്രാവശ്യം പറഞ്ഞാൽ പറഞ്ഞത് മനസ്സിലാക്കാനുള്ള കഴിവ്. ആശുഗ്രഹണ പാടവം, ആദരം, ശ്രദ്ധ, വിശ്വാസം, ആത്മസംയമം, ആർജവം, ഉത്സാഹം, ധൈര്യം, ഉത്കർഷം, വാഞ്ചതൊട്ട മഹാഗുണം. ഈ പറഞ്ഞതെല്ലാം ഏതൊക്കെ? ഗുരുഭക്തി, സദാചാരം, അനീർഷ്യ, വിനയം, ക്ഷമ, ആസ്തിക്യം, അനഹങ്കാരം, ആശുഗ്രഹപാടവം, ആദരം, ശ്രദ്ധ, വിശ്വാസം, ആത്മസംശയം, ആർജവം, ഉത്സാഹം, ധൈര്യം, ഉത്കർഷ, വാഞ്ചതൊട്ട മഹാഗുണം. 10-12 കാര്യങ്ങൾ തികഞ്ഞു മിന്നും അവരിൽ പ്രീതനായി. 4 വേദവും അംഗങ്ങൾ, 6 ശാസ്ത്രങ്ങൾ, യുക്തിഗ്രന്ഥങ്ങൾ, നീതികൾ, ഈശാവാസ്യ തൈത്തിരീയം, മുമ്പാം ഉപനിഷത്തുകൾ. ഈശാവാസ്യം, തൈത്തിരീയം, മുമ്പാം ഉപനിഷത്തുകൾ. 4 വേദങ്ങളും ഉപനിഷത്തുകളും 6 വേദാംഗങ്ങളും ഒക്കെ 2 ഇതിഹാസങ്ങളൊക്കെ പഠിപ്പിച്ചു. ആയുർവേദം, ധനുർവേദം, ധർമ്മശാസ്ത്രം, സവിസ്തരം, ഇതിഹാസ പുരാണങ്ങൾ, കലാവിദ്യകൾ എന്നിവ 64 സംസ്കാരങ്ങളുണ്ട്, കലകളുണ്ട് ഈശ്വരൻ്റെ. അതൊക്കെ പഠിപ്പിച്ചു എന്നാണ്. അപ്പോൾ ഇതിഹാസ പുരാണങ്ങൾ, കലാവിദ്യകൾ എന്നിവ അതാതിൻ മർമ്മവും ചൊല്ലിക്കൊടുത്താൻ പ്രീതനാം ഗുരു. എല്ലാറ്റിൻ്റെയും മർമ്മം മനസ്സിലാക്കി കൊടുപ്പിച്ചു. അതാതിൻ മർമ്മവും ചൊല്ലിക്കൊടുത്താൻ പ്രീതനാം ഗുരു. ഒരേ തവണ കേട്ടെല്ലാം ഗ്രഹിപ്പോർക്ക് അത്ഭുതകാകുലർ. അവർക്ക് ഒരു പ്രാവശ്യം പറഞ്ഞു കൊടുത്താൽ മതി, അവർ മനസ്സിലാക്കും. അപാര പാണ്ഡിത്യം, മഹാസമുദ്രം പോലെഴും മഹാൻ. എങ്ങനെ? അപാര പാണ്ഡിത്യം, മഹാസമുദ്രം. വിദ്യ അളക്കാൻ പറ്റില്ല. ഈ സമുദ്രം പോലെ ആഴവും ആകാശം പോലെ പരപ്പുള്ളതാണ് വിദ്യ. അതറിഞ്ഞു എന്നൊരാൾ പറഞ്ഞാൽ മനസ്സിലാക്കാം അയാൾക്ക് ബുദ്ധിയില്ല. ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറയാം. വിദ്യ അഭ്യസിച്ചു കൊണ്ടിരിക്കുകയാണ് ടിൽ ദി ലാസ്റ്റ് ബ്രെത്ത്, അവസാനത്തെ ശ്വാസം വരെ. അപ്പോൾ അപാര പാണ്ഡിത്യം, മഹാസമുദ്രം പോലെഴും മഹാനാമട്ടിൽ 3 മാസം കൊണ്ടറിവുള്ളവയൊക്കെയും. ഒരു 3 മാസം കൊണ്ട് അറിവുള്ളവയൊക്കെയും അത്ഭുത പ്രതിഭന്മാരാം അവർക്ക് ആയി അരുളി സ്വയം സംതൃപ്തി പൂണ്ടു ധന്യാത്മാവോർത്താനുൾപ്പൂവിലീ വിധം. ഒരു വിദ്യ ഒരാളെ പഠിപ്പിച്ചാൽ പഠിപ്പിച്ച ആൾക്കും പഠിച്ച ആൾക്കും സംതൃപ്തി വേണം. അതില്ലെങ്കിൽ യാതൊരു കാര്യമില്ല. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എത്ര ആളപ്പോൾ ഇത് കേൾക്കണമെന്ന് എനിക്കറിയില്ല. വളരെ തുച്ഛ ആൾക്കാരാണ്, എന്നാലും ഐ ആം വെരി ഹാപ്പി. കാരണം എന്താ, ഇന്നിപ്പോൾ ഞാൻ എന്ന് പറഞ്ഞാൽ 30-ാം തീയതി, സെപ്റ്റംബർ 30-ാം തീയതി 2024. ഞാൻ സാധാരണ 4 മണി മുതൽ 6 മണിക്കുള്ളിൽ ഈ ശ്രീകൃഷ്ണ കഥാമൃതം പറഞ്ഞ് എറിയും. പിന്നെ നാളെ കാലത്ത് ഏറിയേണ്ടത് എന്താ വെച്ചാൽ, അതായത് മൂലം ഭാഗവതം അതും പറഞ്ഞു വയ്ക്കും. നാളെ കാലിന് ഞാൻ ഒരു കുടുംബ സംബന്ധമായിട്ടുള്ളൊരു കാര്യത്തിന് പട്ടാമ്പിയിൽ പോയിട്ട് വന്നത് 7:15-7:30. ഒരു ചായ കുടിച്ചു, ഫ്രഷപ്പായിട്ട് നിങ്ങളുടെ മുമ്പിൽ വന്ന് ഇത് പറയാണ്. ഇത് ഏറിയപ്പോൾ ഏറെക്കുറെ ഒരു 5 മിനിറ്റും കൂടി കഴിഞ്ഞാൽ ഏറി കഴിഞ്ഞാൽ, അപ്പോൾ വേണമെങ്കിൽ ഒരു 8-9 മണിയാവും നിങ്ങൾക്ക് കിട്ടാൻ എന്ന് വിചാരിക്കണം. മനസ്സിലായില്ലേ? അപ്പോൾ എനിക്ക് വേണമെങ്കിൽ റെസ്റ്റ് എടുക്കാം, പക്ഷെ അതിൽ എനിക്ക് കാര്യമില്ല. ഞാൻ ചെയ്യേണ്ടത് കുറച്ച് ലേറ്റായാലും ചെയ്യും. അപ്പോഴാണ് എനിക്ക് കിടന്നുറക്കം വരുള്ളൂ. അപ്പോൾ അത്ഭുത പ്രതിഭന്മാരാം അവർക്കായരുളി സ്വയം സംതൃപ്തി പൂണ്ടു ധന്യാത്മാവോർത്താനുൾപ്പൂവിൽ ഈ വിധം. ഏതോ മഹാപുരുഷരാണ് ഇവരിൽ ഒരു സംശയം. ഏതോ
മഹാപുരുഷരാണ് ഇവരിൽ ഒരു സംശയം. അത്രയല്ല, ഇവരോടൊത്തു ചേർന്നുള്ള ദിവസം മുതൽ ഇവരെന്ന് മുതൽക്ക് എൻ്റെ ശിഷ്യന്മാരായി ഇവിടെ വന്നു. അന്നേ ദിവസം മുതൽക്ക് 3 ആണ്ടു മുമ്പിൽ വന്നുള്ള പൂർവ്വ വിദ്യാർത്ഥിയാം ഇവൻ ശ്രീതാമാവും ഇവർക്കൊപ്പം എത്തുന്നുണ്ടൊരു മാതിരി. 3 വർഷം മുമ്പ് വന്നിട്ടുള്ള സുധാമാവ് ഇവരുടെ ഒപ്പം എത്തി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? 3 വർഷം കൊണ്ട് സുധാമാവ് പഠിച്ചത് ഇവർ 30 മാസം കൊണ്ട് പഠിച്ചു. അതിൻ്റെ വ്യത്യാസം. എനിക്കും ഒരു പൂർണ്ണത്വം ഉളവാം അനുഭൂതിയും. എന്തുകൊണ്ടാണ് ഇത് ഇപ്പം ഇങ്ങനെ വന്നത്? എനിക്കും ഒരു പൂർണ്ണത്വം ഉളവാം അനുഭൂതിയും. ഞാൻ ചെയ്യേണ്ടത് ചെയ്തു എന്നുള്ള ഒരു കൃതജ്ഞത ഫീൽ ചെയ്യാൻ, പൂർണ്ണത അനുഭവിക്കാൻ വേണ്ടിയിട്ട് എനിക്കും ഒരു പൂർണ്ണത്വം ഉളവാം അനുഭൂതിയാം വാസുദേവകുമാരന്മാരാചാര്യന് ആദരത്തോടും ഗുരുദക്ഷിണ ചെയ്തിടാൻ ആഗ്രഹം പൂണ്ടുമെല്ലവേ ചോദിക്കേ ചൊല്ലി ഞാൻ അമ്പാർന്ന് ആചാര്യൻ നിങ്ങൾ ഈ വിധം ശിഷ്യരായി തീർന്നതേ തന്നെ വമ്പിച്ച ഗുരുദക്ഷിണ. നിങ്ങൾ രണ്ടാളും എൻ്റെ ശിഷ്യന്മാരാണ് എന്ന് പറയാൻ സാധിക്കണതാണ് നിങ്ങൾക്ക് എനിക്ക് തരാനുള്ള ഗുരുദക്ഷിണ. ഞാൻ ഹാപ്പിയാണ്. അനുഗ്രഹിച്ചാൻ മൂർധാവിൽ ഈ വണ്ണം ചൊല്ലി മാമുനി. കയ്യെ നെറുകയിൽ വെച്ച് രണ്ടാളേനും അനുഗ്രഹിക്കുകയാണ്. എന്താ? വീണ്ടും കെഞ്ചിയിടും അവർ തന്നതിമാനുഷ വൈഭവം. അപ്പോൾ ഇവർ രണ്ടാളും പറയണം, അങ്ങനെയല്ല, എന്തെങ്കിലും ഗുരുദക്ഷിണ അങ്ങ് വാങ്ങണം, അല്ലെങ്കിൽ ഞങ്ങൾക്ക് വിഷമമുണ്ട്. അപ്പോൾ ഇവരുടെ അഭ്യാസ പാടവവും അവരുടെ എന്താണെന്നാ പറയുക, നിഷ്ഠ, പഠിക്കുന്നതിലെ നിഷ്ഠയും എല്ലാം കൂടി കണ്ടപ്പോൾ, പ്രഭാവം കണ്ടപ്പോൾ ഇദ്ദേഹത്തിന് മനസ്സിലായി ഇവർ സാധാരണക്കാരല്ല. കണ്ടുടൻ പത്നിയാശിക്ക നിമിത്തം മൃതപുത്രനെ വരിച്ചാൻ. എന്നൊരു കാര്യം ചെയ്യാം. അദ്ദേഹം അതായത് സാന്ദീപനി മഹർഷി തൻ്റെ പത്നിയോട് ചോദിച്ചു, ഇവരിങ്ങനെ നിർബന്ധിക്കണം, ഞാൻ എന്താ ചെയ്യേണ്ടത്? ഒരു കാര്യം ചെയ്യൂ, കുറച്ച് കാലം മുമ്പ് നമ്മുടെ മകൻ കുളിക്കാൻ പോകുമ്പോൾ നഷ്ടപ്പെട്ടു, നമുക്ക് ആ കൊച്ചിനെ കൊണ്ടു തരുമോ ചോദിക്കൂ, അവർക്ക് അതിനുള്ള കഴിവുണ്ട്, എൻ്റെ മനസ്സ് പറയണു എന്നൊക്കെ പറഞ്ഞു. വരിച്ചാൻ പൊന്മാൻ. അപ്പോൾ കണ്ടുടൻ പത്നി ആശിക്ക നിമിത്തം മൃതപുത്രനെ വരിച്ചാൻ. എനിക്ക് എൻ്റെ വള്ളത്തിൽ മുങ്ങിപ്പോയ എൻ്റെ കുട്ടീനെ കിട്ടിയാൽ തർക്കടില്ല എന്ന് പറഞ്ഞു. ഉടനെ ഇവരുടെ പേരിൽ ആ കുട്ടീനെ അന്വേഷിച്ച് പോവുകയാണ്. ആ ഭാഗങ്ങൾ നമ്മൾക്ക് നാളെ പറയാം. ഏവർക്കും ശ്രീഹരിയുടെ അനുഗ്രഹാശസ്സുകൾ നിർലോഭം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എനിക്കും ഇതേപോലെയുള്ള സുന്ദര നിമിഷങ്ങൾ അയവറക്കാൻ ഈശ്വരൻ ഒരു നിയോഗം തന്നതിലുള്ള എൻ്റെ കൃതജ്ഞത ഭഗവാൻ പാതാരവിന്ദത്തിൽ വെച്ച് നമസ്കരിക്കുന്നു. നമസ്കാരം. നാളെ കാണാം.